महाराज की जय. ഹരേ കൃഷ്ണ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് ഒരു പ്രാവശ്യം മാത്രമേയാണ് എനിക്ക് രാധാസ്വാമി സ്വാമി മഹാരാജിനെ നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായത്. ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യം. അതിന് എനിക്ക് ഭാഗ്യം തന്നത് ഗോപാൽപുരമാണ്. കാരണം ILS, അതായത് ഇസ്കോൺ ലീഡർഷിപ്പ് സംഘ ഒരു 5-8 വർഷം മുമ്പ്, അന്ന് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് 3 പേരാണ് പോയെന്ന് തോന്നുന്നു. മഹിപാൽ പ്രഭുവും പിന്നെ കോട്ടയത്തുള്ള പ്രഭുവിൻ്റെ പേര് ഞാൻ മറന്നല്ലോ, സത്യമേധ പ്രഭു. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ വൈകുണ്ഠേശ്വര പ്രഭു അല്ല, സത്യമേധ പ്രഭുവും മഹിപാൽ ഗോവിന്ദദാസ് പ്രഭുവിൻ്റെ കൂടെ ഗോപാൽ പ്രഭു എന്നടുത്ത് ഒരു 3-4 മാസം മുമ്പേ പറഞ്ഞു, പ്രഭു ഇങ്ങനെ ILS ഇസ്കോൺ ലീഡർഷിപ്പ് സംഘയുണ്ട്, അപ്പോൾ അതിന് പോകണം തീർച്ചയായിട്ടും. അന്ന് പ്രഭു ലീവ് എടുക്കണം, നേരത്തെ എക്സ്ക്യൂസുകളൊന്നും പറയരുത്. എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇത്രയും ദിവസമൊക്കെ മാറി നിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ അദ്ദേഹം പറഞ്ഞതല്ലേ, എന്നാൽ അങ്ങനെ ലീവ് അപ്ലൈ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണാനൊരു അവസരം തന്ന ഗോപാൽപുരനോട് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യമാണ് എനിക്ക് അദ്ദേഹത്തെ കാണാനുള്ളൊരു അവസരം കിട്ടിയത്. അപ്പോൾ എനിക്ക് ഇസ്കോണിനെ കുറിച്ച് ആ സമയത്ത് അധികമൊന്നും വലിയ കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല. പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കാണുന്ന ആ ഒരു നിമിഷത്തിൽ എന്തൊക്കെയോ ഒരു സ്പെഷ്യാലിറ്റി, എനിക്ക് അദ്ദേഹത്തെ ആരാന്നറിയില്ല, പേരറിയില്ല, ഒന്നും അറിയില്ല. അദ്ദേഹത്തെ കുറേ പേരുടെ കൂടെയാണ് കാണുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തെ ആരാണെന്ന് അറിയാനായിട്ട് എനിക്കൊരു ആകാംക്ഷ ഉണ്ട്. എന്നാൽ വേറെ ആരെ പറ്റി എനിക്ക് ചോദിക്കാനുള്ളൊരു ഇത് തോന്നില്ല. പക്ഷെ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ എന്തോ ഒരു പ്രത്യേകതകളൊക്കെ അദ്ദേഹത്തിന് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്തു. അപ്പം എനിക്കറിയില്ല ഇദ്ദേഹത്തിന് ആരാണെന്നോ പേരെന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ അടുത്ത ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി ഇതാരാണ് എന്നുള്ളത്. അങ്ങനെയാണ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ചിട്ട് ആദ്യമായിട്ട് ഇതാണ് രാധാസ്വാമി ഗുരു മഹാരാജ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മൾ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരാളെ അട്രാക്റ്റ് ആകുമ്പോൾ നമ്മളൊന്നുകൂടി തിരിഞ്ഞു നോക്കില്ലേ, അതുപോലെ ഞാൻ 2-3 പ്രാവശ്യം തിരിഞ്ഞു നോക്കി. എനിക്ക് അദ്ദേഹത്തിന് നിന്ന് എനിക്ക് എൻ്റെ ഫേസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ എപ്പോഴും അദ്ദേഹത്തിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം വളരെ ശാന്തമായ രീതിയിൽ, കാരണം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കൈ എപ്പോഴും ഇങ്ങനെയാണ്, ഹ്യൂമിലിറ്റി, അതായത് ആരോടും ഒരു ഒന്നും ഇല്ലാതെ എപ്പോഴും ഇങ്ങനെ ഒരു ഹ്യൂമിലിറ്റി ഭാവത്തിലാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത്. കാണുമ്പോൾ ഒക്കെ അദ്ദേഹം സ്പീച്ച് ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക, കൈ താഴെ ഇടുക ഒന്നുമില്ല, ഇങ്ങനെ തന്നെ ഇരുന്നുകൊണ്ടായിരിക്കും സംസാരിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റി ഉണ്ട്. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്ന് ശാന്തമായ സംസാരിക്കുക എന്ന് വെച്ചാൽ വളരെ പതുക്കെ, അധികം വലിയ സ്പീഡായിട്ടൊന്നുമല്ല, വളരെ ശാന്തമായ രീതിയിൽ സംസാരിക്കുക. അത് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. പിന്നെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ നടക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ അതൊരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഭക്തിവിനോദ് മഹാരാജ് ഇവിടെ വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്പീഡാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി. ഇപ്പോൾ നമ്മൾ കല്യാണത്തിന്, ഇപ്പോൾ ഗോപാൽപുരൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് ഭക്തിവിനോദ് സ്വാമി മഹാരാജ് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മൾ കീർത്തനം ചെയ്ത് പോകുമ്പോൾ അദ്ദേഹം നമ്മൾ നല്ല ഡിസ്റ്റൻസ് ആണ്, അദ്ദേഹത്തിൻ്റെ സ്പീഡാണ് ഇത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ശാന്തത, അത് വളരെയധികം അട്രാക്റ്റീവാണ്. എന്നെ സംബന്ധിച്ച് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നി. കൂടാതെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം ഇതുപോലെ തന്നെ വളരെ ശാന്തമായ രീതിയിലുള്ള സംസാരമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരേ ഒരു പ്രാവശ്യമേ കണ്ടുള്ളൂ. പക്ഷെ ആ ഒരു കണ്ട മാത്രമേ തന്നെ എനിക്ക് ഒരുപാട് ക്വാളിറ്റീസ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യാൻ സാധിച്ചു. കൂടുതലായിട്ടൊന്നും പറയാൻ അറിയില്ല. ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് ഇവിടെ നിന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, എനിക്ക് 1 മിനിറ്റ് സമയം തരണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവർക്കും ഇനിയും ഒരുപാട് ആധ്യാത്മികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ. നമ്മളെ പരിപാടിയിൽ 5 മിനിറ്റ്